അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം സീറത്തുൻ നബവിയ്യ ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 104-ാമത്തെ ഒരു ഭാഗത്ത് അപ്പോൾ നമ്മൾ ഹുദൈബിയ സന്ധിയായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുയായികളും ഹുദൈബിയയിലാണുള്ളത്. അപ്പോൾ ഖുറൈശികൾ ഓൾറെഡി 4-5 പ്രതിനിധികൾ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാഹി ഇതുവരെയും ഒരാളെയും അങ്ങോട്ട് അയച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് റസൂലുള്ളാഹി ആദ്യമായിട്ട് തൻ്റെ ഒരു പ്രതിനിധിയെ, അതായത് ഞങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, ഉംറയ്ക്ക് വേണ്ടി മാത്രമാണ് വന്നത്, ആ ഒരു ലക്ഷ്യം നേരിട്ട് അവരെ ധരിപ്പിക്കാൻ വേണ്ടി ഖുസാ ഗോത്രത്തിലുള്ള ഒരു വ്യക്തിയെ റസൂലുള്ളാഹി തൻ്റെ പ്രതിനിധിയായിട്ട് മക്കയിലേക്ക് അയക്കുകയാണ്. ആ അയച്ച വ്യക്തിയുടെ പേര് സീറ ഗ്രന്ഥങ്ങളിൽ കാണാം, ഖിറാശ് ഇബ്നു അബി ഉമയ്യ അൽ ഖുസാഇ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ബനു ഖുസാ ഗോത്രക്കാരനാണ്. അപ്പോൾ ഖുസാ എന്നുള്ളത് ഒരു ന്യൂട്രൽ ഗോത്രമാണ്. അപ്പോൾ മദീനയിലുള്ള ഔസ് ഖസ്റജ് അല്ലെങ്കിൽ മുഹാജിറുകളെ പോലെയല്ല, അതായത് അവരോടെല്ലാം കഠിനമായിട്ടുള്ള ശത്രുത ഖുറൈശികൾക്കുണ്ട്. അതുകൊണ്ടായിരിക്കണം അല്ലാഹു അഅലം റസൂലുള്ളാഹി ഖുസാ ഗോത്രത്തിൽ നിന്ന് തന്നെ ഒരാളെ തിരഞ്ഞെടുക്കാനുള്ള കാരണം. അപ്പോൾ നേരത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ട്, 1-ാമത്തെ ഭാഗത്ത് റസൂലുള്ളാഹി ആ ഉംറയ്ക്ക് വേണ്ടി പുറപ്പെട്ട് ദുൽഹുലൈഫയിൽ എത്തിയ സമയത്ത് അവിടെ വെച്ച് ഒരു ചാരന അയക്കുന്നുണ്ട്, ബിശ്ർ ബിൻ സഫ്വാൻ അൽ ഖുസാഇ. അദ്ദേഹവും ഖുസാ ഗോത്രമാണ്, അതേ ഗോത്രമാണ്. അപ്പോൾ ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രതിനിധിയായിട്ട് ഈ സമയത്ത് ഖിറാശ് ഇബ്നു അബി ഉമയ്യ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ മക്കയിലേക്ക് അയക്കാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒട്ടകപ്പുറത്ത്, ഒട്ടകം സഅലബ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്, ആ ഒട്ടകപ്പുറത്തിരുന്ന് അദ്ദേഹം മക്കയിലേക്ക് പോവാണ്. അങ്ങനെ മക്കയിലെത്തിയ സമയത്ത് ഖുറൈശികൾ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങേയറ്റം കലിപൂണ്ടിരിക്കുന്നൊരവസ്ഥയിലാണ്. അപ്പോൾ അവർ ഈ ഒട്ടകപ്പുറത്ത് വരുന്ന ഖിറാശിനെ കണ്ട സമയത്ത് തന്നെ അവരുടെ ആ കലി മുഴുവൻ അദ്ദേഹത്തിൻ്റെ മേലെ തീർക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ വളഞ്ഞ് ആ ഒട്ടകത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. അവസാനം ആ ഒട്ടകത്തെ അറുക്കുക വരെ ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹത്തിനെ ആക്രമിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അഹാബീഷ് ഗോത്രം, അപ്പോൾ നേരത്തെ ഓർക്കുന്നുണ്ടാവും കഴിഞ്ഞ എപ്പിസോഡിൽ, ആ മക്കൾക്ക് ചുറ്റുമുള്ള ആ ഗോത്ര സമൂഹം, അവരുടെ നേതാവ് ഹുലൈസ് ബിൻ അൽഖമ, അദ്ദേഹവും സംസാരിക്കാൻ വേണ്ടി പ്രതിനിധിയായിട്ട് റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. അങ്ങേയറ്റം വലിയ ഭക്തനായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി ആ ബലിമൃഗങ്ങളെല്ലാം മുന്നിൽ വെച്ച് അത് കണ്ട സമയത്ത് അദ്ദേഹം തിരിച്ചുപോയി റസൂലുള്ളാഹിക്ക് അനുകൂലമായി സംസാരിച്ച സമയത്ത് ഖുറൈശികൾ അങ്ങേയറ്റം ആക്ഷേപിക്കുന്നുണ്ട്. ആക്ഷേപിച്ച സമയത്ത് ഇനി മേലിൽ അഹാബീശികൾ നിങ്ങളായിട്ട് സഹകരിക്കില്ല എന്നുള്ള ആ ഒരു വാക്കെല്ലാം പറഞ്ഞ് അദ്ദേഹം ഇറങ്ങിപ്പോയിരുന്നു. അപ്പോൾ ഈ അഹാബീശികൾ, ആ മക്കൾക്ക് ചുറ്റുള്ള ഗോത്ര സമൂഹങ്ങൾ, അവരെല്ലാം ഇടപെട്ട് മധ്യസ്ഥെല്ലാം പറഞ്ഞ് അവസാനം ഒരു കണക്കിന് രക്ഷപ്പെട്ട ഖിറാശ് ഇബ്നു അബി ഉമയ്യ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഹുദൈബിയയിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. അപ്പോൾ ന്യൂട്രലായിട്ടുള്ള ഖുറൈശികൾക്ക് തീർത്തും അപരിചിതനായിട്ടുള്ള ഒരാൾ വർക്കാവില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതുവഴി ബോധ്യപ്പെടുകയാണ്. ഏതെങ്കിലും പ്രമുഖനായിട്ടുള്ള ഖുറൈശികൾക്ക് നന്നായി പരിചയമുള്ള ഒരു വ്യക്തിയെ വിടാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത തീരുമാനം. അപ്പം അതിനുവേണ്ടി അനുയായികളിൽ നിന്നും റസൂലുള്ളാഹി ഒരാളെ തിരഞ്ഞെടുക്കുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. എന്തുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ തിരഞ്ഞെടുത്തു എന്നുള്ളത് അല്ലാഹു അലം. ഒരുപക്ഷെ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ധീരത കാരണമായിരിക്കണം. ഖുറൈശികളെ പ്രത്യക്ഷമായിട്ട് വെല്ലുവിളിക്കാൻ ധൈര്യപ്പെട്ട ആ രൂപത്തിലുള്ള ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭൂതകാല ചരിത്രമെല്ലാം നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് മക്കയിലേക്ക് പോകാൻ വേണ്ടി നിർദ്ദേശിക്കുകയാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ആ സമയത്ത് റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, ഒന്നാമതായിട്ട് എൻ്റെ ഗോത്രം ബനു അദി, അവർ അങ്ങേയറ്റം ദുർബലാണ്. ഈ സമയത്ത് പ്രധാനപ്പെട്ട ആളുകളൊന്നും ആ ഗോത്രത്തിൽ ഇനി അവശേഷിക്കുന്നില്ല. അപ്പോൾ എല്ലാം ഗോത്രമാണ്. ഗോത്രം ഒരാൾക്ക് സംരക്ഷണം നൽകിയാൽ പിന്നീട് ഒരാളും കൈവെക്കാൻ ധൈര്യപ്പെടില്ല. ഈ എൻ്റെ ഗോത്രം ആ രൂപത്തിലാണ്. അതേപോലെ തന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനേക്കാളെല്ലാം ഖുറൈശികളായിട്ട് അടുത്ത, അവരങ്ങേയറ്റം ആദരിക്കുന്ന മറ്റു ചില ആളുകളുണ്ട്. അവർ പറയുന്നത് ഞാൻ പറയുന്നതിനേക്കാൾ ഒരുപക്ഷെ അവർ പരിഗണിക്കുമായിരിക്കും. ശേഷം ആ കൂട്ടത്തിൽ നിന്ന് ഒരു വ്യക്തിയുടെ പേര് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് മറ്റാരും ആയിരുന്നില്ല, മറിച്ച് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരാണ്. ശരിയാണ്, കാരണം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ആ ഖുറൈശികളായിട്ട് അങ്ങേയറ്റം അടുത്ത ബന്ധമാണ് അദ്ദേഹത്തിന്. കാരണം ആ ഖുറൈശികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബനു ഉമയ്യ ഗോത്രക്കാരനാണ്. ഇപ്പോൾ ഖുലഫാഉർ റാഷിദീങ്ങളിൽ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ റസൂലുള്ളാഹിനോട് ഏറ്റവും അടുത്ത ബന്ധമുള്ളത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനാണ്. ഇപ്പോൾ നമ്മൾ ആ വംശാവലി പരിശോധിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും അവർ 3 ജനറേഷൻ പിറകിലേക്ക് പോവുകയാണെങ്കിൽ രണ്ടാളും ഒരു പിതാമഹനിൽ വന്ന് ചേരുന്നുണ്ട്. അതായത് റസൂലുള്ളാഹിൻ്റെ 3-ാമത്തെ പിതാമഹനും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ 3-ാമത്തെ പിതാമഹനും ഒരാളാണ്, അബ്ദു മനാഫ് എന്നുള്ള ഒരു വ്യക്തി. ആ അബ്ദു മനാഫിൻ്റെ 2 സന്താന പരമ്പരകൾ, അബ്ദു ഷംസ് അദ്ദേഹത്തിൻ്റെ മകൻ ഉമയ്യ, അതുകൊണ്ടാണ് ബനു ഉമയ്യ അല്ലെങ്കിൽ ഉമവികൾ എന്നെല്ലാം അവരറിയപ്പെടാനുള്ള കാരണം. അബുൽ ആസ്, അഫ്ഫാൻ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ആ രൂപത്തിലാണ് ഒരു സന്താന പരമ്പര പോകുന്നത്. അതേസമയം
അബ്ദു മനാഫിൻ്റെ മറ്റൊരു സന്താനമായിട്ടുള്ള ഹാഷിം, ബനു ഹാഷിം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾക്കൊള്ളുന്ന ഖുറൈശി ഗോത്രം അത് ബനു ഹാഷിമാണ്. അപ്പോൾ ഖുറൈശികളിലെ ഏറ്റവും പ്രബലമായിട്ടുള്ള പവർഫുൾ ഗോത്രങ്ങളിലൊന്നാണ് ബനു ഉമയ്യ. അപ്പോൾ മക്കയിലെ നിലവിലുള്ള പ്രധാനപ്പെട്ട ലീഡർ അബൂ സുഫിയാൻ എല്ലാം ആ ഗോത്രക്കാരനാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഗോത്രം ആ ബനു ഉമയ്യയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഖുറൈശികളായിട്ട് അടുത്ത ബന്ധമാണ്. അതോടൊപ്പം ഖുറൈശികളെ ഏറെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു വ്യക്തി കൂടെയായിരുന്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അവർക്കൊരു പ്രത്യേക സ്നേഹം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് ഉണ്ടായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും, പണ്ട് മക്കയിലുള്ള മാതാക്കൾ അവരുടെ മക്കളെ താരാട്ടുപാടി ഉറക്കുന്ന സമയത്ത് പോലും അവർ പാടിയിരുന്നൊരു വരി, ഹിബ്ബുക വർ റഹ്മാനി ഹുബ്ബു ഖുറൈശിൻ ലി ഉസ്മാനി. ആ കുട്ടിയോട് മാതാവ് പാടിക്കൊടുക്കുന്നത്, എനിക്ക് നിന്നോടുള്ള സ്നേഹം ഖുറൈശികൾക്ക് ഉസ്മാനോടുള്ള അത്രയാണ്. ആ രൂപത്തിലെല്ലാം അവർ പാടുക വരെ ചെയ്തിരുന്നു എന്നുള്ള. അപ്പം അത്തരത്തിലൊരു പ്രത്യേക സ്നേഹം ഖുറൈശികൾക്ക് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോടുണ്ടായിരുന്നു. അപ്പോൾ സ്വന്തം ജനതയിൽ ആളുകളേറെ ഇഷ്ടപ്പെടുന്ന ആദരിക്കുന്ന ഒരു വ്യക്തി പറയുന്ന സമയത്ത് ഒരല്പമെല്ലാം പരിഗണന ഉണ്ടാകും മറ്റുള്ള ആളുകൾ പറയുന്നതിനേക്കാൾ. അതുണ്ടാകുമെന്നുള്ളത് നമ്മൾ കാണാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹൂദിൻ്റെ 91-ാമത്തെ വചനത്തിൽ ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനതയെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ച സമയത്ത് അവർ നിഷേധിച്ചുകൊണ്ട് തന്നെ അവർ പറയുന്നുണ്ട്, ലൗലാ റഹ്തുക അല്ല റജംനാക്ക്, താങ്കൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുവനല്ലായിരുന്നെങ്കിൽ, ഞങ്ങളുടെ ഗോത്രത്തിലെ ഒരാളായിരുന്നില്ലെങ്കിൽ ഞങ്ങൾ എന്നോ എറിഞ്ഞു കൊന്നേനെ. അപ്പോൾ അദ്ദേഹം അതിന് മറുപടിയായിട്ട് നടത്തുന്ന പ്രതികരണം അടുത്ത ആയത്തിൽ, ഖാല യാ ഖൗമി അറഹ്തി അഅ്സു അലൈക്കും മിനല്ലാഹ്, എൻ്റെ കുടുംബമാണോ നിങ്ങൾക്ക് അള്ളാഹിനേക്കാൾ വലുത്? ആ രൂപത്തിൽ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. അപ്പം അവിടെയെല്ലാം ആ സ്വന്തം ആളുകളാകുന്ന സമയത്ത് നൽകുന്ന പരിഗണനയാണ് ആ ഒരു ആയത്തുകളിലെല്ലാം നമ്മൾ കാണുന്നത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ആ ഒരു പരിഗണന ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ആ പേര് സജസ്റ്റ് ചെയ്തത്. അപ്പം അതുകൊണ്ടാണ് സ്വഹീൽ ബുഖാരി കടന്നു വരുന്ന ഹദീസിൽ പിൻകാലഘട്ടത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ ചില കുബുദ്ധികൾ ഉന്നയിച്ച തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള ചില ആരോപണങ്ങൾക്ക് മറുപടി പറയവേ ഇൻഷാ അല്ലാഹ് അതിലേക്ക് പിന്നീട് വരും. ഈ ഒരു കാര്യം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹദീസിൽ അവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഫലൗ കാന അഹദും അഅസ്സ ബി ബത്നി മക്കത മിൻ ഉസ്മാൻ ലബഅസഹു മകാനഹു. ഈ ഒരു സംഭവത്തിൽ മക്കയിലേക്ക് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അയക്കാനുണ്ടായ കാരണം മക്കക്കാർക്കിടയിൽ ഉസ്മാനേക്കാൾ സ്വീകാര്യനായിട്ടുള്ള മറ്റൊരാൾ ഉണ്ടായിരുന്നെങ്കിൽ ആ പകരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ അയച്ചേനെ. ആ രൂപത്തിലാണ് അദ്ദേഹം പറയുന്നത്. അതെല്ലാം ബോധ്യപ്പെട്ട സമയത്ത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ നിർദ്ദേശം ശരിയാണെന്ന് മനസ്സിലാക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ തന്നെ അയക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയാണ്. അദ്ദേഹം ആ മക്കയിലേക്ക് യാത്രയാകുന്ന സമയത്ത് റസൂലുള്ള വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയി മക്കയിലെ ഖുറൈശികളോട് പറയാം, ഞങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം ആ കഅബ സന്ദർശനം മാത്രമാണ്. ആ കഅബയുടെ പവിത്രതയെ ഞങ്ങൾ മാനിക്കുന്നുണ്ട്. ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ആ ബലിമൃഗങ്ങളെല്ലാം അറുത്ത് ഞങ്ങൾ ഉംറ നിർവഹിച്ച് തിരിച്ചു പോകും. അതല്ലാതെ മറ്റൊരു ഉദ്ദേശവും ഞങ്ങൾക്കില്ല. കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു കാര്യം രഹസ്യമായിട്ട് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ മക്കയിൽ ആ ഹിജ്റയ്ക്ക് ശേഷം രഹസ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ച് അവിടെ കഴിയുന്ന ചില ആളുകളുണ്ട്. ചില ആളുകളെ ഖുറൈശികളെ തടവറയിൽ പാർപ്പിച്ചിട്ടുണ്ട്. കഴിയെങ്കിൽ അവരെ നിങ്ങൾ പോയി കാണുക, അവരെ സാന്ത്വനിപ്പിക്കുക, ആ വിജയം ആസന്നായിട്ടുണ്ട് അവരോട് ക്ഷമിക്കാൻ പറയുക, അല്ലെങ്കിൽ അവർക്ക് പ്രതീക്ഷ നൽകുക. അതും റസൂലുള്ളാഹി അദ്ദേഹത്തോട് നിർദ്ദേശിച്ചു. ആ നിർദ്ദേശങ്ങളെല്ലാം ലഭിച്ച് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഹുദൈബിയയിൽ നിന്നും മക്കയിലേക്ക് യാത്രയാവാണ്. അങ്ങനെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു യാത്ര ചെയ്ത് മക്കൾക്ക് സമീപത്തെത്താണ്. അപ്പോൾ മക്കയുടെ സമീപത്തുള്ള ബൽദ വഴി മക്കയിലേക്ക് പ്രവേശിക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ അവിടെ ഒരു കൂട്ടം ആളുകളെ നേരത്തെ തന്നെ ഖുറൈശികൾ നിർത്തിയിരുന്നു വഴി തടയാൻ വേണ്ടി. അവരദ്ദേഹത്തിൻ്റെ വഴി തടഞ്ഞ് ചോദ്യം ചെയ്യാൻ തുടങ്ങി. നിങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം എന്താണ്? എന്തിനാണ് മക്കയിലേക്ക് പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ മുഹമ്മദിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂതനായിട്ട് മക്കയിലേക്ക് പോവാണ്, അവിടെയുള്ള ആളുകളായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അവർ വീണ്ടും വഴി തടഞ്ഞു, അദ്ദേഹത്തെ പോകാൻ അനുവദിച്ചില്ല. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചില സംസാരങ്ങളൊന്നും അവർക്ക് അത്ര പിടിച്ചില്ല. അവർ കയ്യേറാനെല്ലാം ശ്രമിക്കുന്ന സമയത്ത് ഈ കാഴ്ചയെല്ലാം കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളുടെ മനസ്സലിയിക്കാണ്. അദ്ദേഹം മറ്റാരും ആയിരുന്നില്ല, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതൃവ്യപുത്രനായിരുന്ന അബാൻ ഇബ്നു സഈദ് ബിൻ അൽ ആസ്. ഇദ്ദേഹം മുന്നോട്ട് വന്ന കൂടി നിൽക്കുന്ന ആളുകളെല്ലാം തടഞ്ഞുകൊണ്ട് പരസ്യമായിട്ട് പറഞ്ഞു, ഉസ്മാൻ എൻ്റെ സംരക്ഷണത്തിലാണ് റളിയല്ലാഹു അൻഹു. അതായത് ഒരാൾ ആ സംരക്ഷണം വാഗ്ദാനം ചെയ്യുന്നതോടുകൂടെ അതൊരു എൻട്രി വിസ കിട്ടുന്നത് പോലെയാണ്. പിന്നീട് ആൾക്ക് സുരക്ഷിതമായിട്ട് അങ്ങോട്ട് പ്രവേശിക്കാം. അപ്പോൾ പരസ്യമായിട്ട് ആ ഒരു സംരക്ഷണം അദ്ദേഹം വാഗ്ദാനം ചെയ്യുകയാണ്. അങ്ങനെ ഈ വ്യക്തി അബാൻ ഇബ്നു സഈദ് ബിൻ അൽ ആസ് അദ്ദേഹം അയാളുടെ കുതിര കൊണ്ടുവന്ന് ആ കുതിരപ്പുറത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഇരുത്തി ശേഷം അവർ രണ്ടാളും ആ മക്കയിലേക്ക് പുറപ്പെടുകയാണ്. മറ്റൊരു സൈഡ് പോയിന്റ്, ഒരുപക്ഷേ ഈ അബാനുമായിട്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ചെറുപ്പത്തിലെ നല്ല ബന്ധമായിരിക്കണം. പിൻകാലഘട്ടത്തിൽ നമ്മൾ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹിൻ്റെ വഫാത്തിനെല്ലാം ശേഷം പിൻകാലഘട്ടത്തിൽ ഒരു മകൻ ജനിക്കുന്നുണ്ട്. ആ മകന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നൽകുന്ന പേര് അബാൻ എന്നുള്ളതാണ്. അബാൻ ഇബ്നു ഉസ്മാൻ ബിൻ അഫ്ഫാൻ.
അദ്ദേഹം പിന്നീട് മദീനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ ഫുഖാഉ സബ്, അവിടുത്തെ ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാളായിട്ടെല്ലാം ഈ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അറിയപ്പെടുന്നുണ്ട്. ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ആ സംരക്ഷണത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ മക്കയിലെത്തി അവിടെയുള്ള ഖുറൈശി നേതാക്കളെ ഓരോരുത്തരെയായിട്ട് സന്ദർശിച്ചു. അബൂ സുഫിയാനിൽ നിന്ന് ആരംഭിച്ച് ഇക്രിമ ഇബ്ൻ അബീ ജഹൽ, സഫ്വാൻ ബിൻ ഉമയ്യ, സുഹൈൽ ബിൻ അംർ, ഇതേ രൂപത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഓരോരുത്തരെയായിട്ട് സന്ദർശിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ കാര്യം, ആ വരവിൻ്റെ ലക്ഷ്യം അവരെല്ലാം ബോധിപ്പിച്ചു. പക്ഷെ അവരൊന്നടങ്കം ഒരേ രൂപത്തിൽ അവർ പറഞ്ഞത്, ഈ വർഷം ഒരിക്കലും ഉംറ അനുവദിക്കുന്ന പ്രശ്നമില്ല. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈഗോയുടെ ഒരു പ്രശ്നം കൂടെയാണ്. കാരണം മുസ്ലിങ്ങൾക്ക് മുമ്പിൽ ഖുറൈശികൾ കീഴടങ്ങി എന്നുള്ളത് മറ്റുള്ള ആളുകളെല്ലാം പറയാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരിക്കലും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഉംറ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്നുള്ളത് അവർ ആവർത്തിച്ച് പറയുകയാണ്. അപ്പോൾ ഈ ഓരോ നേതാക്കളെയും ഒറ്റയടിക്ക് പോയി കാണില്ല, മറിച്ച് അവർക്ക് സൗകര്യമുള്ള ഒരു സമയത്തിനനുസരിച്ച് വ്യത്യസ്ത സന്ദർഭങ്ങളിലായിരിക്കണം അദ്ദേഹം പോയി കണ്ടിട്ടുണ്ടാവുക. ഏതായിരുന്നാലും അതിനെല്ലാം ആ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ സമയം അദ്ദേഹം എടുക്കേണ്ടി വരികയാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തോട് ആ യാത്രാവേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതുപോലെ മക്കയിൽ ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ അവിടെ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തടവറയിൽ താമസിക്കുന്ന ആളുകളെല്ലാം അദ്ദേഹം പോയി കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ സന്ദേശം, ആ പ്രതീക്ഷയുടെ അല്ലെങ്കിൽ ആശ്വാസവാക്കുകളെല്ലാം അവരുമായിട്ട് പങ്കുവച്ചു. അപ്പോൾ അവർ ഒന്നടങ്കം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞങ്ങളുടെ സലാം പറയണമെന്നെല്ലാം അവർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ഈ സന്ദർശന വേളയിൽ ഈ ഖുറൈശി പ്രമാണിമാരിൽപ്പെട്ട പല ആളുകളും അദ്ദേഹത്തിന് ഒരു അവസരം നൽകുകയാണ്. അവർ പറഞ്ഞു, ഇൻഷിഅത അൻ തതൂഫ ഫിൽ ബൈത്തി ഫതുഫ്, നിങ്ങൾ ഏതായാലും ഇഹ്റാമിലാണ്, നിങ്ങൾ മക്കയിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉംറ നിർവഹിക്കാം. അപ്പം അതിനുള്ള അവസരം അവർ അദ്ദേഹത്തിന് മുമ്പിൽ വെക്കുകയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, മാ കുൻതുലി അഫ്അല ഹത്താ യതൂഫ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹ് ഉംറ നിർവഹിക്കാതെ, റസൂലുള്ളാഹിനെ മുൻകടന്ന് ആ ഒരു ഉംറ നിർവഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ആ ഒരു ഓഫർ അദ്ദേഹം നിരസിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹിനോടുള്ള ആ സ്നേഹം നോക്കുക. ഏതായിരുന്നാലും ആ പ്രതീക്ഷിച്ചതിലപ്പുറം സമയം അദ്ദേഹം മക്കയിൽ ചെലവഴിക്കേണ്ടി വരികയാണ് പല കാരണങ്ങളാൽ. അതല്ലെങ്കിൽ ഖുറൈശികൾ അതിനൊരു തീരുമാനം എടുക്കുന്നവരെ അദ്ദേഹത്തെ തടഞ്ഞു വെക്കുക, അങ്ങനെയെല്ലാം ഒരുപാട് സമയം കടന്നു പോവുകയാണ്. അതേസമയം മറുവശത്ത് ഹുദൈബിയയിലുള്ള മുസ്ലിങ്ങൾ ഒന്നടങ്കം ആ പ്രതീക്ഷിച്ച സമയമായിട്ടും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തിരിച്ചു വരാതായ സമയത്ത് ഒരുപാട് സമയം വൈകിയിരിക്കുകയാണ്. അപ്പോൾ അവർ അങ്ങേയറ്റം ആശങ്കയിൽ, എന്ത് സംഭവിച്ചു എന്ന് അവർക്കറിയില്ല. ആ സമയം കടന്നു പോകുന്നതിനനുസരിച്ച് ചില അഭ്യൂഹങ്ങൾ, ചില റൂമറുകൾ ആ മുസ്ലിം ക്യാമ്പിൽ പരക്കാൻ തുടങ്ങി. സ്വാഭാവികമാണ്, ഒരാൾ ആദ്യം സംശയമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും, അവർ എങ്ങാനും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചോ. ഒരാൾ ചോദിച്ചിട്ടുണ്ടാവും, അത് അടുത്ത ആളിലേക്ക് പോകും, അത് പെട്ടെന്ന് തന്നെ സെൻസിറ്റീവാണ്, പെട്ടെന്ന് തന്നെ അത് സ്പ്രെഡാകും. അപ്പോൾ സമയം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ആ സംശയം അങ്ങേയറ്റം ബലപ്പെട്ടു വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സംശയിക്കാനുള്ള ന്യായമുണ്ട്. കാരണം ജീവിച്ചിരിക്കുകയാണെങ്കിൽ എപ്പോഴോ തിരിച്ചു വരേണ്ട സമയമായി. അപ്പോൾ ഒന്നുകിൽ അവർ വധിച്ചിരിക്കണം, അതല്ലെങ്കിൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംശയം അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെവിയിൽ എത്തുകയാണ്. റസൂലുള്ളാഹി അതിനോട് പ്രതികരിച്ചത്, റസൂലുള്ളാഹി പറഞ്ഞു, അവരെങ്ങാനും ഉസ്മാനെ വധിച്ചിട്ടുണ്ടെങ്കിൽ റളിയല്ലാഹു അൻഹു, വധിക്കാന്ന് പറയുമ്പോൾ ആ സമാധാന സന്ദേശമായിട്ട് അയച്ച പ്രതിനിധി അംബാസിഡറാണ്. അയാളെ വധിക്കുക എന്നുള്ളത് പരസ്യമായിട്ടുള്ള യുദ്ധപ്രഖ്യാപനം കൂടെയാണ്. അവരെങ്ങാനും ആ കടുങ്കൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ലാ നബ്റഹു ഹത്താ നുനാജിസൽ ഖൗം, അവരോട് അതിന് പകരം ചോദിക്കാതെ, അവരോട് യുദ്ധം ചെയ്യാതെ നമ്മൾ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. അതിനുവേണ്ടി നിങ്ങൾ മുഴുവൻ എനിക്ക് ആ പ്രതിജ്ഞ ബൈഅത്ത് നൽകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളോട് ഒന്നടങ്കം ആവശ്യപ്പെടുകയാണ്. തികച്ചും പ്രതികൂലമായിട്ടുള്ള ആ സാഹചര്യത്തിലും അവിടെ തടിച്ചുകൂടിയ സ്വഹാബികൾ ഒന്നടങ്കം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ പ്രതിജ്ഞ നൽകാൻ സന്നദ്ധരാവുകയാണ്. അപ്പോൾ ചിന്തിച്ചു നോക്കുക, ദിവസങ്ങളായിട്ട് അവർക്ക് യഥാക്രമം ഭക്ഷണമില്ല, ക്ഷീണമാണ്, അതേപോലെ ആയുധമില്ല. കാരണം അവർ യുദ്ധത്തിന് വേണ്ടി വന്നതല്ല, മറിച്ച് ഉംറക്ക് വേണ്ടി വന്നതാണ്. അപ്പോൾ തികച്ചും പ്രതികൂലമായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിലും യുദ്ധത്തിന് സന്നദ്ധരാണ് എന്നുള്ള ഒരു പ്രതിജ്ഞ അവർ നൽകേണ്ടി വരികയാണ്. യഥാർത്ഥത്തിൽ ആ പ്രതികൂല സാഹചര്യം മുന്നിൽ നൽകി അവരുടെ ആ ഒരു ത്യാഗസന്നദ്ധത അല്ലെങ്കിൽ വിശ്വാസം അവിടെ പരീക്ഷിക്കപ്പെടുമായിരുന്നു. അപ്പോൾ എന്താണ് അവർ പ്രതിജ്ഞ ചെയ്യേണ്ടിയിരുന്നത്? ജാബിർ റളിയല്ലാഹു അൻഹു എല്ലാം ഉദ്ധരിക്കുന്ന സുനൻ തുർമുദിയിൽ കടന്നു വരുന്ന 2 ഹദീസുകൾ. അവർ മരണം വരെ ആ യുദ്ധക്കളത്തിൽ പോരാടാൻ സന്നദ്ധരാണ്. ബയഅനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാ നഫിർ, ആ യുദ്ധക്കളത്തിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും പിന്തിരിഞ്ഞോടില്ല, അവിടെ മരണം വരെ പോരാടാൻ സന്നദ്ധരാണെന്നുള്ള ആ ഒരു പ്രതിജ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകാൻ അവർ സന്നദ്ധരാവുകയാണ്. അവരിൽ നിന്നും ആ പ്രതിജ്ഞ സ്വീകരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിൻ്റെ ചോടെ താഴെ പോയിരിക്കുകയാണ്. ആ മരം പ്രത്യേകം നോട്ട് ചെയ്യുക. അവിടെ പോയി റസൂലുള്ളാഹി ആ മരത്തോട് ചാരിയിരുന്നു. സ്വഹാബികൾ ഓരോരുത്തരായിട്ട് വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കൈകൾക്ക് മീതെ കൈവച്ച് അവർ ആ പ്രതിജ്ഞ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് മുഴുവൻ ആളുകളും ആ ബൈഅത്ത് പൂർത്തിയാക്കിയ സമയത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടെ ഇല്ല. അദ്ദേഹം മറ്റൊരാവശ്യത്തിന് വേണ്ടി പോയതാണ്. എന്ത് സംഭവിച്ചു എന്ന് അവർക്കറിയില്ല. അപ്പോൾ റസൂലുള്ളാഹി
അവസാനമായിട്ട് തൻ്റെ ഒരു കൈ മറ്റേ കൈയിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഹാദാ യദു ഉസ്മാൻ, അല്ലെങ്കിൽ ഹാദിഹി ഉസ്മാൻ, ഇത് ഉസ്മാന് വേണ്ടിയാണെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വന്തം കൈകളിലേക്ക് അദ്ദേഹത്തിൻ്റെ തന്നെ കൈ എടുത്തു വെക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചിരുന്ന ഏറ്റവും വലിയൊരു ആദരവ് കൂടെയാണ്. ചിന്തിച്ചു നോക്കുക, അതായത് സ്വന്തം ശരീരഭാഗത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് പകരമായിട്ട് അവിടെ വെക്കുകയാണ്. അതിനേക്കാൾ വലിയ ശ്രേഷ്ഠത എന്ത് വേണം? ഈ ഒരു സമയത്ത് അവിടെ തടിച്ചുകൂടി 1400ഓളം വരുന്ന സ്വഹാബികൾ ഒന്നടങ്കം ആ മരച്ചുവട്ടിലിരിക്കുന്ന റസൂലുള്ളാഹിൻ്റെ കൈകളിൽ വെച്ച് അവർ നൽകിയ ആ പ്രതിജ്ഞ, ബൈഅത്ത്, അതാണ് ബൈഅത്തു റിദ്വാൻ എന്നുള്ള പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അള്ളാഹു അവർക്ക് മീതെ സന്തോഷിച്ച് അല്ലെങ്കിൽ തൃപ്തിപ്പെട്ട ആ ബൈഅത്ത്, അതാണ് ബൈഅത്തു റിദ്വാൻ. അപ്പോൾ നമ്മൾ ഹുദൈബിയായിട്ട് ബന്ധപ്പെട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ ഫത്ഹ് 48-ാമത്തെ അധ്യായം, അതിൽ 1-ാമത്തെ ഭാഗത്ത് ചില ആയത്തുകൾ നമ്മൾ കവർ ചെയ്തിരുന്നു. ഈ ബൈഅത്ത് റിദ്വാനായിട്ട് ബന്ധപ്പെട്ട് ആ സൂറത്തിൻ്റെ 10-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊന അല്ലാഹ്, തീർച്ചയായിട്ടും താങ്കളോട് പ്രതിജ്ഞ ചെയ്യുന്ന ആളുകൾ അവർ അള്ളാഹിനോട് തന്നെയാണ് പ്രതിജ്ഞ ചെയ്യുന്നത്. കാരണം സൂറത്തുൽ നിസാഇൻ്റെ 80-ാമത്തെ വചനത്തിൽ മൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്, ആരെങ്കിലും റസൂലിനെ അനുസരിച്ചാൽ അല്ലെങ്കിൽ റസൂലിനോട് പ്രതിജ്ഞ ചെയ്താൽ അത് അള്ളാഹിനോട് പ്രതിജ്ഞ ചെയ്യുന്നത് പോലെ തന്നെയാണ്. ശേഷം അള്ളാഹു അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രകീർത്തനം യദുല്ലാഹി ഫൗഖ ഐദീഹിം, അള്ളാഹുവിൻ്റെ കൈകൾ അവർക്ക് മീതെ ഉണ്ട് എന്നുള്ളത്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൾക്ക് മീതെ കൈവച്ച സമയത്ത് അവർ പരോക്ഷമായിട്ട് അള്ളാഹിനോടാണ് ആ കരാറ് ചെയ്യുന്നത് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ശേഷം ആ പ്രതിജ്ഞ പാലിച്ചാലും ലംഘിച്ചാലുള്ള പരിണിത ഫലങ്ങളെ സംബന്ധിച്ച് പിന്നീട് ആയത്തിൽ പറയുന്നുണ്ട്. വീണ്ടും അതേ സൂറത്തിൻ്റെ 18-ാമത്തെ വചനത്തിലും ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അഷ്ജറ, ആ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച്, അള്ളാഹു ആ മരം അവിടെ കൂട്ടിയാണ്, ആ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് താങ്കളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രതിജ്ഞ ചെയ്ത ആ വിശ്വാസികളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അവരെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, റളിയല്ലാഹു. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ സ്വഹാബത്തിൻ്റെ പേര് കേൾക്കുന്ന സമയത്ത് റളിയല്ലാഹു അൻഹു എന്ന് പറയാനുള്ള കാരണം, അവരെ അള്ളാഹു തൃപ്തിപ്പെട്ട ആളുകളാണ്. പരിശുദ്ധ ഖുർആനിൽ 1 ഡസനോളം സ്ഥലത്ത് അള്ളാഹു ഈ ഒരു കാര്യം അവരെ സംബന്ധിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. ശേഷം ഫഅലിമ മാ ഫീ ഖുലൂബിഹിം ഫഅൻസല സക്കീനത അലൈഹിം വഅസാബഹും ഫത്ഹൻ ഖരീബ, അവരുടെ ഹൃദയങ്ങളിലുള്ളത് അള്ളാഹു അറിഞ്ഞിരിക്കുന്നു. അതായത് തീർത്തും പ്രതികൂലമായിട്ടുള്ള ആ സാഹചര്യത്തിലും ആ ത്യാഗത്തിന് അവർ കാണിച്ച സന്നദ്ധത അത് അള്ളാഹു അറിഞ്ഞിരിക്കുന്നു. ശേഷം ഫഅൻസല സക്കീനത അലൈഹിം, അവർ പതറിപ്പോകുന്ന ആ സമയത്ത് അവരുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹു ആ ശാന്തത, ആ സക്കീനത്ത് നൽകി. ശേഷം അവസാനമായിട്ട് അള്ളാഹു ഭാവിയാണ് പറയുന്നത്, വഅസാബഹും ഫത്ഹൻ ഖരീബ, വരാനിരിക്കുന്ന ആസന്നമായിട്ടുള്ള ഒരു വിജയം അവർക്ക് പ്രതിഫലമായിട്ട് അള്ളാഹു അതിൻ്റെ പേരിൽ നൽകി എന്നുള്ളതാണ്. ഇത് ഭാവിയെ സംബന്ധിച്ചാണ് പറയുന്നത്. ഈ ഹുദൈബിയക്കെല്ലാം ശേഷം പിന്നീട് മുസ്ലിങ്ങൾ നേടാനിരിക്കുന്ന ഖൈബർ അല്ലെങ്കിൽ ഹുനൈനിലെല്ലാം നേടാനിരിക്കുന്ന വിജയത്തെ സംബന്ധിച്ചാണ് ഇവിടെ അഡ്വാൻസ് ആയിട്ട് അള്ളാഹു സംസാരിക്കുന്നത്. അത് പ്രതിഫലമായിട്ട് നൽകിയെന്ന് ആയത്തിൽ അള്ളാഹു പറയുകയാണ്. അപ്പോൾ ആ ഒരു പ്രതികൂല സാഹചര്യത്തിൽ ആ പ്രതിജ്ഞയ്ക്ക് സന്നദ്ധമായ ആളുകളെ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു അത്രയേറെ പ്രകീർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് സ്വഹീൽ ബുഖാരിയിലും മുസ്ലിമിലെല്ലാം ഒരുപോലെ കടന്നു വരുന്ന ഹദീസിൽ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആ പ്രതിജ്ഞ ഞങ്ങൾ പൂർത്തിയാക്കിയ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, അൻതും ഖൈറു അഹ്ലിൽ അർള്, ഈ സമയത്ത് ഭൂമിയിലെ ഏറ്റവും നല്ല ആളുകളാണ് നിങ്ങൾ. ശേഷം വകുന്ന അൽഫു അർബഅമിയ, അദ്ദേഹം പറയാണ് ഞങ്ങൾ അതിൽ പങ്കെടുത്ത 1400 ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു ഒരുപാട് വാർദ്ധക്യമായ സമയത്താണ് ഈ ഒരു ഹദീസ് പങ്കുവെക്കുന്നത്. ശേഷം അദ്ദേഹം പറയാണ്, എനിക്ക് ആ പഴയ പോലെ ആ കാഴ്ചശക്തി ഈ സമയത്തും ഉണ്ടായിരുന്നെങ്കിൽ ലറൈതുക്കും മക്കാന ഷജറ, ആ വൃക്ഷം, ആ മരം നിന്ന ആ സ്ഥലം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തന്നേനെ. അതേപോലെ തന്നെ സ്വഹീഹ് മുസ്ലിമിലും സുനൻ തുർമുദിയിലെല്ലാം കടന്നു വരുന്ന മറ്റൊരു ഹദീസിലും റസൂലുള്ളാഹി ആ ബൈഅത്തു റിദ്വാനിൽ പങ്കെടുത്ത ആളുകളെ സംബന്ധിച്ച് ലാ യദ്ഖുലുൻ നാറ അഹദും മിമ്മൻ ബായഅ തഹ്ത ഷജറ, ആ മരത്തിന് ചുവട്ടിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രതിജ്ഞ ചെയ്ത ഒരാളും തന്നെ നരകത്തിൽ പ്രവേശിക്കില്ല. റസൂലുള്ളാഹി അവരെ സംബന്ധിച്ച് പറഞ്ഞതാണ്. അപ്പോൾ അവർക്ക് ശ്രേഷ്ഠമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പദവിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ സ്വഹാബികളുടെ ആ ദറജ, സ്ഥാനങ്ങൾ കണക്കാക്കുന്നത്. ആ പിരമിഡിൽ ഏറ്റവും ഉയർന്ന തലത്തിലുള്ളത് അശ്റ മുബശ്ശിരീൻ, ആ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത ലഭിച്ച 10 സ്വഹാബികളാണ്. പിന്നീട് ആ പിരമിഡിൽ രണ്ടാമതായിട്ട് വരുന്നത് ബദരീങ്ങളാണ്, ബദറിൽ പങ്കെടുത്ത ശ്രേഷ്ഠരായിട്ടുള്ള സ്വഹാബികൾ, അവർക്ക് ഉയർന്ന പദവിയാണ്. മൂന്നാമതായിട്ട് അതിൻ്റെ മാനദണ്ഡമായിട്ട് കടന്നു വരുന്നത് ബൈഅത്ത് റിദ്വാനാണ്. ആ ബൈഅത്ത് റിദ്വാനിൽ ആ പ്രതിജ്ഞയിൽ പങ്കെടുത്ത സ്വഹാബികൾ, അവർക്ക് ഉന്നതമായിട്ടുള്ള പദവിയാണ് അത് കാരണം ലഭിക്കുന്നത്. അപ്പോൾ അവിടെ റസൂലുള്ളാഹി ബൈഅത്ത് സമയത്ത് ദീർഘനേരം ഇരുന്ന ആ ഒരു വൃക്ഷത്തെ സംബന്ധിച്ച് ഖുർആനിൽ പോലും തഹ്ത ഷജറ, ഖുർആനിൽ പോലും പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ മുസന്നഫിൽ കടന്നു വരുന്ന ഒരു ഉദ്ധരണിയിൽ പിൻകാലഘട്ടത്ത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത് ചില ആളുകൾ അവിടെയുള്ള ഏതോ ഒരു വൃക്ഷം തിരഞ്ഞെടുത്ത്, ഇപ്പോൾ നേരത്തെ ജാബിർ റളിയല്ലാഹു അൻഹു ഹദീസിൽ പറയുന്നുണ്ട്, എനിക്ക് കാഴ്ച ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു തന്നേനെ,
അവർ ഏതോ ഒരു വൃക്ഷം തിരഞ്ഞെടുത്ത് അതിൻ്റെ സമീപത്ത് നമസ്കാരവും മറ്റുമെല്ലാം തുടങ്ങിയ സമയത്ത് അതറിഞ്ഞ് അത് പരിധി വിടുമെന്ന് കരുതി. കാരണം സ്വഹാബത്തിന് ലഭിച്ച പോലെയുള്ള തസ്കിയത്തൊന്നും അക്കാലഘട്ടത്തിൽ എല്ലാവർക്കും ലഭിച്ചിട്ടില്ല. അത് പരിധി വിടുമെന്ന് ഭയപ്പെട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അത് മുറിച്ചു മാറ്റാനുള്ള കൽപ്പന നൽകുന്നതെല്ലാം ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. മറ്റൊന്ന് ഇതുമായിട്ട് ബൈഅത്ത് റിദ്വാനുമായിട്ട് ബന്ധപ്പെട്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെതിരെ പിൻകാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഖിലാഫത്ത് കാലത്ത് ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കിയ ചില ആരോപണങ്ങളാണ്. ഖവാരിജികളായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിനെതിരെ തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള നിരവധി ആരോപണങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അവസാനം അദ്ദേഹത്തെ അവർ വധിക്കുന്നതെല്ലാം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിലൊരു ആരോപണം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബൈഅത്ത് റിദ്വാനിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതായിരുന്നു. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ അവർ പറയുന്ന കാര്യം സത്യമാണ്, പക്ഷേ അത് വെച്ച് സ്ഥാപിക്കുന്ന കാര്യം തീർത്തും വാസ്തവവിരുദ്ധമാണ്. കലിമത്തു ഹഖ്ഖുൻ ഉരീദു ബിഹൽ ബാത്തിൽ, പറയുന്നത് സത്യം, പക്ഷേ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം ബാത്തിലാണെന്നുള്ളത്. ഒറ്റയടിക്ക് കേൾക്കുന്ന സമയത്ത് ഏതൊരാളും സത്യമാണെന്ന് കരുതും, പക്ഷേ ഒരല്പം അന്വേഷിക്കുന്ന സമയത്ത് മാത്രമാണ് അതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം മനസ്സിലാവുക. അധികം ആളുകളും കാര്യങ്ങളെ ഉപരിപ്ലവമായിട്ട് സമീപിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇന്നത്തെ സോഷ്യൽ മീഡിയ തലക്കെട്ടുകൾ അല്ലെങ്കിൽ തംബ്നെയിലുകളെല്ലാം ഇതുമായിട്ട് ചേർത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ പറയുന്ന സമയത്ത് ഓർക്കുന്നത് ഇതുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് സ്വഹീൽ ബുഖാരി കടന്നു വരുന്നൊരു ഹദീസിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് അവിടെ ഫിത്ന ഉണ്ടാക്കിയ ആളുകൾ, അതിൽപ്പെട്ട ഗ്രൂപ്പിൽപ്പെട്ട ഒരു വ്യക്തി മിൻ അഹ്ലിൽ മിസ്ർ, ഈജിപ്തിൽ നിന്നുള്ള ഒരു വ്യക്തി വന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആ ആരോപണങ്ങളെ സംബന്ധിച്ച് ചോദിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ചോദിച്ചു അദ്ദേഹം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ബദറിൽ പങ്കെടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു നഅം, അതെ പങ്കെടുത്തിട്ടില്ല. അദ്ദേഹത്തിന് സന്തോഷമായി. രണ്ടാമതായിട്ട് ചോദിച്ചു അദ്ദേഹം ഉഹദിൽ ആ യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോയില്ലേ, ആ സമയത്തും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു നഅം, അതെ ശരിയാണ്. മൂന്നാമതായിട്ട് ചോദിച്ചു നമ്മളായിട്ട് ബന്ധപ്പെട്ട വിഷയം, അദ്ദേഹം ബൈഅത്ത് റിദ്വാനിൽ പങ്കെടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു നഅം. അയാൾ സന്തോഷത്തോടു കൂടെ തക്ബീർ വിളിക്കുകയാണ്, അല്ലാഹു അക്ബർ. എന്നിട്ട് അദ്ദേഹം തിരിച്ചു പോകാനിരിക്കെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ തആൽ ഇങ്ങോട്ട് വാ, എനിക്ക് പറയാനുള്ളത് കൂടെ കേൾക്ക്. ഇത്തരം ആളുകൾ പലപ്പോഴും അവർ അതിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ അല്ലെങ്കിൽ മറുവശം കേൾക്കാൻ സന്നദ്ധരാകാത്ത ആളുകളാണ്. അതിനുശേഷം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഓരോന്നിൻ്റെയും വസ്തുത പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബദറിൽ പങ്കെടുക്കാതിരിക്കാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രിയായിരുന്ന റുഖയ്യ റളിയല്ലാഹു അൻഹ അതിതീവ്ര രോഗാവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയെ പരിചരിക്കാനും ഭാര്യയെ പരിചരിച്ചുകൊണ്ട് അവിടെ ഇരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി കൽപ്പിച്ചതാണ്. മാത്രമല്ല അദ്ദേഹത്തെ ബദരിയായിട്ട് റസൂലുള്ളാഹി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതുകൂടെ കേൾക്കുന്ന സമയത്താണ് അതിൻ്റെ ഫുൾ പിക്ചർ കിട്ടുക. രണ്ടാമതായിട്ട് ഉഹദിൽ ശത്രുക്കൾ അപ്രതീക്ഷിതമായിട്ട് രണ്ടാമത് യുദ്ധക്കളത്തിലേക്ക് വന്ന സമയത്ത് മുസ്ലിങ്ങൾക്ക് കണ്ണ് കാണാത്ത അവസ്ഥയിൽ പല ആളുകളും ആ യുദ്ധക്കളം വിട്ട് ഓടുന്നുണ്ട്. അത് ശരിയാണ്, പക്ഷേ അവർക്ക് മുഴുവൻ അള്ളാഹു പുറത്തു കൊടുത്തതായിട്ട് സൂറത്ത് ആൽ ഇംറാനിൽ അള്ളാഹു വളരെ വ്യക്തമായിട്ട് വലഖദ് അഫല്ലാഹു അൻഹും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. മൂന്നാമതായിട്ട് നമ്മുടെ വിഷയം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ബൈഅത്ത് റിദ്വാനിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ള ആരോപണം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ ബൈഅത്ത് റിദ്വാൻ നടക്കുന്നതിനെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ജീവന് വില ചോദിച്ചുകൊണ്ടാണ്. അദ്ദേഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് അയച്ചതായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കൈകൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് പകരമായിട്ട് തൻ്റെ കയ്യിൽ വെച്ചുകൊണ്ട് ശപഥം ചെയ്ത ആ കാര്യമെല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇനി നീ പോയി നിൻ്റെ അനുയായികളോടും ഇതെല്ലാം പറഞ്ഞു കൊടുക്ക്. എന്നിട്ട് അയാളെ തിരിച്ചയക്കുന്നുണ്ട്. ഈ രൂപത്തിലായിരുന്നു. ഇത്തരത്തിലുള്ള വാസ്തവവിരുദ്ധമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു പിൻകാലഘട്ടത്ത് അവർ അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചത്. മറ്റൊരു കാര്യം ഇതുമായിട്ട് ചേർത്ത് പറയേണ്ടത്, ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ സ്വഹാബികൾ റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരിൽപ്പെട്ട ചില ആളുകളെ പഴിക്കുന്ന ചില വഴിപിടച്ച കക്ഷികൾ, ശിയാക്കളെ പോലെയുള്ള ആളുകൾ, അവർ ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, അല്ലാഹു അവിടെ മൊത്തം സ്വഹാബികൾക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റാണ് സൂറത്തുൽ ഫത്ഹിലുള്ള 18-ാമത്തെ വചനം, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ. ഈ ഒരു വചനം ഇറങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും അവർ പഴിക്കുന്ന നിരവധി സ്വഹാബികളെല്ലാം റസൂലുള്ളാഹിൻ്റെ സമീപത്ത് അവിടെ ഹുദൈബിയയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകളെല്ലാം റസൂലുള്ളാഹിൻ്റെ സമീപത്ത് ഉണ്ടായിരുന്നു. അപ്പം അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് പ്രത്യക്ഷമായിട്ട് ഇവിടെ പറയുകയാണ്. അപ്പം അള്ളാഹു തൃപ്തിപ്പെട്ടു എന്ന സർട്ടിഫിക്കറ്റ് നൽകിയ ആളുകളെ പിന്നീട് എങ്ങനെയാണ് വിശ്വാസിയായിട്ടുള്ള ഒരാൾ പഠിക്കുക? ഇക്കൂട്ടരെ അകറ്റി നിർത്താൻ ശ്രമിക്കുന്ന ആളുകൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാം സദാസമയത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ളതായിട്ടാണ് നമുക്ക് ആ സീറയിൽ ഉടനീളം കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഏറെ മനോഹരമായിട്ടുള്ളൊരു പണ്ഡിതൻ നൽകുന്ന നിരീക്ഷണം, ഒരു ജൂതനോട് ഏറ്റവും ഉത്തമരായിട്ടുള്ള ശ്രേഷ്ഠരായിട്ടുള്ള അനുചരന്മാർ ആരാണെന്ന് ചോദിച്ചാൽ അവർ തൂരി സീനാ പർവ്വതത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ ഉണ്ടായിരുന്ന 70 ആളുകൾ, അവരുടെ പേരാണ് പറയുക. അതേസമയം ഒരു ക്രൈസ്തവനോട് ഏറ്റവും ഉത്തമരായിട്ടുള്ള അനുചരന്മാർ ആരെന്ന് ചോദിച്ചാൽ അവർ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ ഉണ്ടായിരുന്ന 12 ശിഷ്യന്മാർ, ഹവാരികളെ സംബന്ധിച്ചായിരിക്കും അവർ മറുപടി പറയുക. അതേസമയം ഇത്തരം വഴിപിടച്ച കക്ഷികളിലുള്ള ആളുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിൽ ഏറ്റവും നീചരായിട്ടുള്ള ആളുകൾ ആരാണെന്ന് ചോദിച്ചാൽ നഊദു ബില്ലാഹ് അവർ
റസൂലുള്ളാഹിനോട് ഏറ്റവും അടുത്ത റസൂലുള്ളാഹിൻ്റെ നിഴൽ പോലെ അനുഗമിച്ച റസൂലുള്ള വാഴ്ത്തിയ ചില സ്വഹാബികളുടെ പേരാണ് പറയുക. നഊദു ബില്ലാഹ് റളിയല്ലാഹു അൻഹും അജ്മഈൻ. അതാണ് ദൗർഭാഗ്യകരമായിട്ടൊരു വസ്തുത. അപ്പോൾ ഇത്തരത്തിൽ യഥാർത്ഥത്തിൽ അള്ളാഹു അവർക്ക് മൊത്തത്തിൽ അള്ളാഹു നൽകിയ സർട്ടിഫിക്കറ്റാണ് ഈ സൂറത്തുൽ ഫത്ഹിലുള്ള ആയത്തെല്ലാം കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ആ ഹുദൈബിയയുടെ ചരിത്രത്തിൽ ആ ബൈഅത്തുർ റിദ്വാൻ്റെ ആ പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അപ്പോൾ അവിടെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 1400ഓളം വരുന്ന അനുചരന്മാർ മുഴുവൻ അവിടെ വെച്ച് പ്രതിജ്ഞ നൽകുകയാണ്. അപ്പോൾ അവർ ആ പ്രതിജ്ഞയെല്ലാം നൽകിക്കഴിഞ്ഞപ്പോൾ ദൂരെ നിന്നും ഒരാൾ അവർക്ക് നേരെ വരുന്നതായിട്ട് അവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അപ്പോൾ അവർ ആകാംക്ഷയോടുകൂടെ നോക്കി അടുത്തെത്തിയ സമയത്ത് അവർ ഇത്രയും നേരം പ്രതീക്ഷിച്ചിരുന്ന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ് വരുന്നത്. അവരങ്ങേയറ്റം സന്തോഷിച്ചു. അപ്പോൾ അടുത്തെത്തിയ സമയത്ത് അവർ ആകാംക്ഷയോടുകൂടെ കാര്യങ്ങളെല്ലാം തിരക്കി. കൂട്ടത്തിൽ ഏതോ ഒരാൾ പറഞ്ഞു, ഉസ്മാൻ എത്ര ഭാഗ്യവാനാണ്, അദ്ദേഹത്തിന് ഉംറ ചെയ്യാനുള്ള അവസരം ലഭിച്ചു കാണും. അപ്പോൾ ഉടനെ തന്നെ അദ്ദേഹം മറുപടിയായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെയാണ് അങ്ങനെ ചോദിക്കാൻ സാധിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ അവിടെ പോയി ഉംറ ചെയ്യേ? വല്ലാഹി ഒരു വർഷം ഞാൻ അവിടെ താമസിച്ചാലും എനിക്കതിന് അവസരം കിട്ടിയാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചതിന് ശേഷം മാത്രമേ ഞാനത് ചെയ്യൂ എന്നുള്ളതാണ്. അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹിനോടുള്ള ആ സ്നേഹമെല്ലാം ആ വാക്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഇപ്പോൾ മുസ്ലിങ്ങൾ ഒന്നടങ്കം ആ യുദ്ധത്തിന് സന്നദ്ധമായി അവിടെ നൽകിയ പ്രതിജ്ഞ ബൈഅത്തുർ റിദ്വാൻ്റെ വാർത്തയെല്ലാം ചാരക്കണ്ണുകൾ വഴി ഖുറൈശികൾ മക്കയിൽ ആ വിവരം അറിയാണ്. അപ്പോൾ മുസ്ലിങ്ങൾ എന്തിനും സന്നദ്ധമായിട്ട് യുദ്ധത്തിനെല്ലാം സന്നദ്ധമായിട്ട് നിൽക്കുകയാണ്. അപ്പം ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം ആ യുദ്ധം ഈ സമയത്ത് ഒരു നിലക്കും ഉചിതമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി മുസ്ലിങ്ങളുടെ ഉംറ അവിടെ തടഞ്ഞു വെച്ചത് തന്നെ ഏറ്റവും വലിയ അപരാധമാണ്. അതിന് മീതെ അവരെ പോയി ആക്രമിക്കുക, അല്ലെങ്കിൽ അതെല്ലാം ഇനി അതിലെങ്ങാനും ഇപ്പോൾ ബദർ പോലെ ആ രൂപത്തിലുള്ള ഒരു അനുഭവമല്ല അവർക്ക് സഹിക്കേണ്ടി വന്നാൽ അതെല്ലാ നിലക്കും ക്ഷീണമായിരിക്കുമെന്ന് മനസ്സിലാക്കിയ ഖുറൈശികൾ അവർ ഒരു കരാറിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പിന് വേണ്ടി അവർ സന്നദ്ധമാവുകയാണ്. അപ്പം അത്തരത്തിലൊരു സന്ധി സംഭാഷണത്തിന് വേണ്ടി ആ ഖുറൈശികളുടെ കൂട്ടത്തിൽ ഏറ്റവും മിടുക്കനായിട്ടുള്ള അവരുടെ സീനിയർ ഖതീബുൽ ഖുറൈശ് എന്നുള്ള അപരനാമത്തിലെല്ലാം അറിയപ്പെടുന്ന ഏറ്റവും നല്ല നെഗോഷിയേറ്റർ ആയിട്ടുള്ള സുഹൈൽ ബിൻ അംറിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഹുദൈബിയയിലേക്ക് അവർ പറഞ്ഞയക്കുന്നുണ്ട്. ആ സുഹൈൽ ബിൻ അംറുമായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ധി സംഭാഷണം അത് ഹുദൈബിയയുടെ ചരിത്രത്തിൻ്റെ ആവേശകരമായിട്ടുള്ള മർമ്മഭാഗമാണ്. കൂടെ അദ്ദേഹത്തിൻ്റെയും മക്കളുടെയും ചരിത്രവും അതെല്ലാം ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് അടുത്ത ഭാഗത്ത് നമ്മൾ പ്രതിപാദിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം അത് ആഴത്തിൽ പഠിക്കാനും അത് കഴിയുന്നത്ര ജീവിതത്തിൽ പകർത്താനും നാളെ അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും അല്ലാഹു നൽകുമാറാകട്ടെ. ആമീൻ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.